എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിൻ്റെ ഡേ 3 ആണ്. കഴിഞ്ഞ 2 ദിവസത്തെ പ്രാക്ടീസുകൾ നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡേ 3ലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക്കൽ റിലേഷൻഷിപ്സ് ആണ്, അല്ലെങ്കിൽ മാന്ത്രിക ബന്ധങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, മറ്റു മനുഷ്യന്മാരാരും ഭൂമിയിലില്ല. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിന് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ആനന്ദവും സന്തോഷവും ഒന്നും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനുഭവിക്കാൻ കഴിയില്ല, അല്ലേ? മറ്റ് ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളും അനുഭവങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആനന്ദവും ലക്ഷ്യവും ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വളരെയധികം വിലയുണ്ട്. അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങളുടെ നിലവിലുള്ള ബന്ധങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെല്ലാം വളരെ ശക്തമായി വളരാൻ തുടങ്ങുന്നു. ഏത് ബന്ധത്തോടാണോ നിങ്ങൾ കൂടുതലായി ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുന്നത്, ആ ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കൂടുതലായി ലഭിക്കുന്നതായി കാണാം. നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കൃതജ്ഞത വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ ക്ഷമയും ദയയും സഹാനുഭൂതിയും എല്ലാം നൽകി നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മറ്റു വ്യക്തികളോട് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ആ ബന്ധത്തിൽ നേരത്തെ തോന്നിയിരുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ബന്ധങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പരാതികൾ എന്നിവയെല്ലാം അപ്രത്യക്ഷമാകാനായി തുടങ്ങും. കാരണം നമ്മൾ മറ്റേ വ്യക്തിയോട് നന്ദി പുലർത്തുമ്പോൾ ആ വ്യക്തിയിൽ മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ എപ്പോഴും ആ വ്യക്തിയിലുള്ള നല്ല കാര്യങ്ങളെ കണ്ടെത്തി അതിന് നന്ദി പറയുന്ന തിരക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള പരാതികളും ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും പറ്റി പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. ഇരുതല മൂർച്ചയുള്ള ഒരു വാളുകൊണ്ട് വെട്ടുന്നതിന് തുല്യമാണ് നമ്മൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പരാതി പറയുന്നത്. ഇതേക്കുറിച്ച് ഗവേഷണങ്ങളിൽ വന്നിട്ടുള്ള അമ്പരപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, മറ്റൊരാളെ പറ്റിയുള്ള ഓരോ പരാതിക്കും, അത് നമ്മുടെ ചിന്തയിലോ വാക്കിലോ ആയാലും, പിന്നീട് ബന്ധങ്ങൾ വളരാൻ 10 അനുഗ്രഹങ്ങൾ നമ്മൾ കൂടുതലായി നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന ഓരോ പരാതിക്കും നമ്മൾ 10 അനുഗ്രഹങ്ങൾ കൂടുതലായി ചെയ്യേണ്ടതുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സമൃദ്ധമാകാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് അവർ എങ്ങനെയായിരിക്കുന്നോ അതേ അവസ്ഥയിൽ നമ്മൾ അവരോട് കൃതജ്ഞത പുലർത്തണം. അപ്പോൾ ആളുകൾ എങ്ങനെയായിരിക്കുന്നോ അതേ രീതിയിൽ നിങ്ങൾ അവരോട് നന്ദി പുലർത്തുക, അല്ലെങ്കിൽ കൃതജ്ഞത പുലർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിശീലനം. ഇനി നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എങ്കിൽ കൂടി നിങ്ങൾ ഈ പരിശീലനം തുടരുക. കാരണം അത് നിങ്ങളുടെ നിലവിലുള്ള ബന്ധങ്ങളുടെ പ്രൗഢി വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകും, കൂടുതൽ സന്തുഷ്ടമാകും. നിങ്ങൾ ചിന്തിക്കാത്തത്ര നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് സന്തോഷവും അനുഭവങ്ങളും നൽകാൻ തുടങ്ങും. ഇനി നിങ്ങളുടെ ഏറ്റവും അടുത്ത 3 ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന 3 ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ നിലവിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനായും നിങ്ങൾക്ക് 3 പേരെ തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ ഭാര്യ ആകാം, മകനാകാം, അച്ഛനാകാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആകാം, നിങ്ങളുടെ സഹോദരിയാകാം, അടുത്ത സുഹൃത്താകാം, അമ്മൂമ്മ, അപ്പൂപ്പൻ എന്നിങ്ങനെയുള്ള നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 3 ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തിരഞ്ഞെടുക്കുന്ന 3 വ്യക്തികളുടെ ഒരു ഫോട്ടോയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇനി ഓരോ വ്യക്തിയിലും നിങ്ങൾ കൃതജ്ഞാലുവായിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇരുന്ന് ആലോചിക്കുക. ആദ്യം നിങ്ങൾ 1ാമത്തെ വ്യക്തിയുടെ ഫോട്ടോ എടുക്കുക. അതിനുശേഷം ഈ വ്യക്തിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് അവരുടെ ഏറ്റവും മികച്ച ഗുണങ്ങൾ. ചിലപ്പോൾ അവരുടെ ക്ഷമ, നിങ്ങളെ കേട്ടിരിക്കാനുള്ള കഴിവ്, അവരുടെ ശക്തി, അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അവരുടെ അറിവ്, അവരുടെ കഴിവുകൾ, ചിരി അല്ലെങ്കിൽ ഹാസ്യബോധം, അവരുടെ കണ്ണുകൾ, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരോട് ദയ തോന്നുന്ന ഹൃദയം എന്നിങ്ങനെ നിങ്ങൾക്ക് എന്തിനെല്ലാം ആ വ്യക്തിയോട് നന്ദി ആകാമോ അതെല്ലാം ആലോചിക്കുക. അതോടൊപ്പം
ആ വ്യക്തിയോടൊത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ പിന്തുണച്ച കാര്യങ്ങൾ, നിങ്ങളെ പരിപാലിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്കായി ആ വ്യക്തി നിലകൊണ്ട സമയം, ആ വ്യക്തിയിൽ നിങ്ങൾ നന്ദിയോടെ കാണുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാം ആലോചിച്ചെടുക്കുക. ശേഷം ഇതിൽ നിങ്ങൾ ഏറ്റവും കൃതജ്ഞതയോടെ കാണുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഓരോ കാര്യങ്ങളും എഴുതിയതിന് ശേഷം അതോടൊപ്പം നന്ദി 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 എന്നുകൂടി എഴുതുക. നിങ്ങൾ 5 കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് ഓരോന്നും വളരെ വിശദമായി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൃതജ്ഞതയുടെ ആഴം വർദ്ധിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തിയോടും എന്തിനെല്ലാം അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലുവായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി എഴുതുക. ഉദാഹരണമായിട്ട്, നന്ദി അമ്മൂമ്മ, ചെറിയ കാലത്ത് എന്നെ പരിചരിച്ചതിന് നന്ദി നന്ദി നന്ദി, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ശേഷം മറ്റു 2 വ്യക്തികൾക്ക് കൂടി ഇതേ പ്രക്രിയ ആവർത്തിക്കുക. ഇങ്ങനെ 3 പേർക്കുമുള്ള 5 കാര്യങ്ങൾ വീതം എഴുതി കഴിയുമ്പോൾ അവരുടെ ചിത്രങ്ങൾ ഇന്ന് നിങ്ങൾക്കൊപ്പം സൂക്ഷിച്ച് നന്ദി പരിശീലനം തുടരുക. ഇവരുടെ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള എളുപ്പത്തിന് നിങ്ങൾക്ക് ഇവരുടെ ചിത്രങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുക. ഇന്ന് നിങ്ങൾ എപ്പോഴൊക്കെ ഈ വ്യക്തികളുടെ ഫോട്ടോ കാണുന്നോ അപ്പോഴെല്ലാം നന്ദി വാക്കായ നന്ദി നിരന്തരം ആവർത്തിക്കുക. കുറഞ്ഞത് ഒരു ദിവസം 3 തവണയെങ്കിലും ആവർത്തിക്കുക. ഇതാണ് നമ്മുടെ ഡേ 3ലെ പരിശീലനം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മൾ ഡേ 1ലും ഡേ 2ലും പറഞ്ഞ പരിശീലനം എല്ലാ ദിവസവും നമ്മൾ ആവർത്തിക്കേണ്ടതാണ്. ഇന്ന് 3ാമത്തെ ദിവസം പറഞ്ഞ പരിശീലനം നിങ്ങൾ ഇന്ന് മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ പരിശീലനത്തിന് വേണ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.